എല്ലാ വർഷവും നിരവധി പുതിയ സവിശേഷതകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് വാട്സ്ആപ്പ് ഏറ്റവും ജനപ്രിയമുള്ള ആപ്ലിക്കേഷനായി മാറിയിരിക്കുകയാണ്. സന്ദേശങ്ങൾ അപ്രത്യക്ഷമാകുന്നത് മുതൽ ചാറ്റ് ലോക്കുകളും കമ്പാനിയൻ ഉപകരണ പിന്തുണയും വരെ ആപ്പ് അതിന്റെ ലളിതവും ഉപയോക്തൃ സൗഹൃദവുമായ ഇന്റർഫേസ് നഷ്ടപ്പെടുത്താതെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാട്സ്ആപ്പിന് ഒരു പ്രധാന സ്വകാര്യത അപ്ഡേറ്റ് ലഭിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയെ അപ്പാടെ മാറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫോൺ നമ്പറുകൾ ഹൈഡ് ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷേ എല്ലാ ഉപയോക്താക്കളുമായും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം ഫോൺ നമ്പറുകളുമായി ചാറ്റ് ചെയ്യുന്നത് വർഷങ്ങളായി വാട്സ്ആപ്പിന്റെ പ്രധാന സവിശേഷതയാണ്. ഒരു കസ്റ്റമർ നെയിം സൃഷ്ടിച്ച് ഉപയോക്താക്കൾക്ക് അവരുടെ ഫോൺ നമ്പറുകൾ മറയ്ക്കാൻ അനുവദിക്കാൻ പ്ലാറ്റ്ഫോം തയ്യാറെടുക്കുന്നു. പലരുടെയും ദീർഘകാല അഭ്യർത്ഥനയാണിത്. അതായത് ആളുകൾക്ക് അവരുടെ യഥാർത്ഥ മൊബൈൽ നമ്പറുകൾ പങ്കിടാതെ തന്നെ കണക്ട് ചെയ്യാൻ അനുവദിക്കുന്ന അപ്ഡേറ്റ് വരുത്താൻ വാട്സ്ആപ്പ് ഒടുവിൽ പദ്ധതിയിടുന്നു. ഉപയോക്തൃനാമങ്ങൾ ലൈവായി കഴിഞ്ഞാൽ ടെലിഗ്രാമിലോ ഇൻസ്റ്റഗ്രാമിലോ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കൊരു യുണീക്ക് ഹാൻഡിൽ സൃഷ്ടിക്കാം. ആരെങ്കിലും നിങ്ങളുമായി ചാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും നിങ്ങളുടെ ഫോൺ നമ്പർ കൈവശമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ പകരം അവർക്ക് നിങ്ങളുടെ ഉപയോക്തൃനാമം ഉപയോഗിച്ച് നിങ്ങളുമായി കണക്ട് ചെയ്യാം. ഗ്രൂപ്പ് ചാറ്റുകളിലോ പുതിയ ആളുകളുമായി ബന്ധപ്പെടുമ്പോഴോ ഇത് പ്രത്യേകിച്ചും സഹായകരമാകും. എല്ലാം സുരക്ഷിതവും ഉപയോഗിക്കാൻ എളുപ്പവുമാണെന്ന് ഉറപ്പാക്കാൻ വാട്സ്ആപ്പ് ഉപയോക്തൃനാമങ്ങൾക്കായി ചില നിയമങ്ങളും ഒപ്പം നടപ്പിലാക്കും. ഉദാഹരണത്തിന്, ഉപയോക്തൃനാമങ്ങളിൽ കുറഞ്ഞത് ഒരക്ഷരമെങ്കിലും ഉൾപ്പെടുത്തണം. ചിഹ്നങ്ങൾ പരിമിതമാണ്. ചെറിയ അക്ഷരങ്ങൾ, അക്കങ്ങൾ, അടിവരകൾ, വിരാമങ്ങൾ എന്നിവ മാത്രമേ അനുവദിക്കൂ. നിങ്ങളുടെ ഉപയോക്തൃനാമം സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്ഥിരീകരണമായി നിങ്ങൾക്കൊരു കോൺഫൈറ്റി ആനിമേഷൻ പോലും ലഭിക്കും. പിന്നീട് നിങ്ങളുടെ ഉപയോക്തൃനാമം മാറ്റാൻ തീരുമാനിച്ചാൽ വാട്സ്ആപ്പ് അത് രഹസ്യമായി സൂക്ഷിക്കുകയുമില്ല. ഉപയോക്തൃനാമങ്ങൾക്കായി ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുന്ന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പുതിയ അപ്ഡേറ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.